എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാരിപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെയും മുക്കടയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെയും കടമ്പാട്ടുകുണം ഭാഗത്തെയും നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കല്ലുവാതുക്കൽ മുതൽ കല്ലുംതാഴം വരെയുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്കുകൾ ഐക്കാർഡിലും എൻഡ് സ്ക്രീനിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് കല്ലുവാതുക്കൽ ടോൾ പ്ലാസ കഴിഞ്ഞ് പാരിപ്പള്ളി ഡയറക്ഷനിലേക്കാണ്. കല്ലുവാതുക്കൽ ടോൾ പ്ലാസ കഴിഞ്ഞ് ഉടൻ തന്നെ സർവീസ് റോഡ് എൻഡ് ചെയ്യുന്ന ഭാഗത്തു കൂടിയോ അല്ലെങ്കിൽ എക്സിറ്റ് പോയിൻ്റ് വഴിയോ നമുക്ക് പാരിപ്പള്ളി ഭാഗത്തേക്ക് പോകാവുന്നതാണ്. ഇവിടെ നിന്നും നേരെ പോയി പാരിപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കുകൾ കാണാം. ഇവിടെ മെയിൻ റോഡിൻ്റെ ഫസ്റ്റ് ലെയർ താറങ്ങി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. റോഡിൻ്റെ സൈഡുകളിൽ നോക്കുകയാണെങ്കിൽ പാരിപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന് ആവശ്യമായിട്ടുള്ള ആറിവാൾ ബ്ലോക്കുകളും ഫ്രിക്ഷൻ സ്ലാബുകളുമൊക്കെ കൊണ്ട് വച്ചിരിക്കുന്നതായി കാണാം. ഏകദേശം 1 മാസത്തിന് മുന്നെയാണ് പാരിപ്പള്ളി ഭാഗത്തെ വീഡിയോ ചെയ്തിരുന്നത്. അന്നത്തെ വീഡിയോ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പുതുതായി ടാറിങ് വർക്കുകളൊന്നും നടന്നിട്ടില്ല. ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ അന്ന് നടന്നതുവരെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്ലൈ ഓവറിനോട് ചേർന്നുള്ള ഭാഗമാണ്. ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിലും വടക്ക് സൈഡിലും ഇപ്പോൾ ആറിവാൾ ബ്ലോക്കിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ബ്ലാക്ക് സോയിലുകൾ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇത് ഡ്രെഡ്ജ് ചെയ്ത് എടുത്ത മണ്ണാണ്. ചാത്തന്നൂർ ഫ്ലൈ ഓവറിനോട് ചേർന്ന ഭാഗത്തും തിരുമുക്ക് അണ്ടർപാസിൻ്റെ അടുത്തുമൊക്കെ ഇപ്പോൾ കൂടുതലായി ബ്ലാക്ക് സോയിലുകൾ കൊണ്ട് ഇട്ടിരിക്കുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും തിരിച്ച് എക്സിറ്റ് പോയിൻ്റ് വഴി പാരിപ്പള്ളി ഭാഗത്തേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ കാണുന്നതാണ് പാരിപ്പള്ളിയിലേക്ക് പോകാനുള്ള എക്സിറ്റ്. ഇവിടെ റോഡിൻ്റെ ഫസ്റ്റ് ലെയർ താറങ്ങി മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി മെയിൻ റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷമായിരിക്കും സർവീസ് റോഡിൻ്റെ സെക്കൻഡ് ലെയർ താറങ്ങുകൾ ചെയ്യുന്നത്. ഇപ്പോൾ പാരിപ്പള്ളി ഭാഗത്തെ സർവീസ് റോഡ് നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും വീതി കുറവുള്ളതായി കാണാം. ഈ കാണുന്ന ആറിവാൾ ബ്ലോക്കിൻ്റെ മുകളിൽ വൃക്ഷം സ്ലാബുകൾ സ്ഥാപിച്ചിരിക്കുന്ന പോയിൻ്റ് വരെയാണ് മുകളിൽ
ടാറിങ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ നോക്കുകയാണെങ്കിൽ വടക്ക് ഭാഗത്ത് അറിവാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 3 ലെയർ അറിവാൾ ബ്ലോക്കുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നത് പാരിപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറാണ്. ഇവിടെ 3 ഓപ്പണിങ്ങുകളാണ് മെയിനായിട്ട് വരുന്നത്. അതിൻ്റെ 2 ഓപ്പണിംഗ് ഭാഗം ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ അകത്ത് ടാറിംഗ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗത്തെ കോൺക്രീറ്റ് വർക്ക് കൂടി ഇനി ബാക്കിയുണ്ട്. ഈ ഭാഗത്തെ സ്റ്റീലിൻ്റെ വർക്കുകളെല്ലാം നേരത്തെ കഴിഞ്ഞതാണ്. ഇപ്പോഴും കോൺക്രീറ്റ് പെൻഡിങ്ങായി കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡാണ്. ഇവിടെയും അറിവാളിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇടവിട്ടുള്ള സമയങ്ങളിൽ മഴയായതിനാൽ പല സമയങ്ങളിൽ വന്നെടുത്ത വീഡിയോയാണ്. ഇവിടെ ഇനിയും നല്ല രീതിയിൽ മണ്ണ് എത്തേണ്ടതുണ്ട്. ഇവിടെ നിന്നും നേരെ മുക്കട ഭാഗത്തേക്ക് പോകാം. ഇവിടെയും സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ് മാത്രമേ നടന്നിട്ടുള്ളൂ. മെയിൻ റോഡിൻ്റെ വർക്കിന് ശേഷം മാത്രമേ സെക്കൻഡ് ലെയർ ടാറിങ് ചെയ്യുകയുള്ളൂ. പാരിപ്പള്ളി ഫ്ലൈ ഓവർ മുതൽ മുക്കട അണ്ടർപാസ് വരെയുള്ള ഭാഗത്ത് മൊത്തത്തിൽ അറിവാളിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഭാഗത്ത് എത്തുമ്പോൾ അല്പം താഴ്ന്നതിന് ശേഷം വീണ്ടും മുക്കട ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മുക്കട നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കി ഗതാഗതത്തിനായി തുറന്നു കൊടുത്തതായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തി മൂലം വർക്കല ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന വാഹനങ്ങൾ പലപ്പോഴും ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെവി വാഹനങ്ങളും ബസ്സുകളും ഉൾപ്പെടെയുള്ളവ അണ്ടർപാസ് വഴി വർക്കല ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുമ്പോൾ തിരുവനന്തപുരം ഡയറക്ഷനിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവിടെ അടച്ചിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ അകഭാഗം ടാറിങ് വർക്ക് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ മെയിൻ റോഡിലൂടെയുള്ള ഗതാഗതം ആരംഭിച്ചതിന് ശേഷം അണ്ടർപാസ് ഓപ്പൺ ചെയ്തേക്കാം. അപ്പോൾ ഇത്രത്തോളം വാഹനങ്ങൾ കാണില്ല. ഇനി ഇവിടെ നിന്ന് നേരെ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള ഭാഗത്ത് ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലും ഇതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള
ഫ്രിക്ഷൻ സ്ലാബുകൾ ഇവിടെ കൊണ്ടുവന്ന് അടുക്കി വച്ചിരിക്കുന്നതായി കാണാം. നേരത്തെ കണ്ട പാരിപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ തെക്ക് ഭാഗത്തെ വർക്കിന് ആവശ്യമായിട്ടുള്ള മണ്ണും മറ്റു മെറ്റീരിയലുമൊക്കെ ഇപ്പോൾ ഇതുവഴിയാണ് കൊണ്ടുപോകുന്നത്. അണ്ടർപാസിൻ്റെ 2 സൈഡിലും മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് ഇടത് സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബുകൾ കുറച്ച് ദൂരം വരെ സ്ഥാപിച്ചിട്ടുണ്ട്. കല്ലുവാതുക്കൽ മുതൽ കല്ലുംതാഴം വരെയുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് കല്ലുവാതുക്കൽ ജംഗ്ഷനിലും ഊറാംവിള KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്തും ഉമയനല്ലൂർ ജംഗ്ഷനിലുമൊക്കെ നിർമ്മിക്കുന്ന അണ്ടർപാസുകൾ ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ അണ്ടർപാസിനോട് ചേർന്നുള്ള ഭാഗത്തെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിരുന്നു. പക്ഷേ അത് പിന്നെ പൊളിച്ച് കളഞ്ഞതിന് ശേഷം ഏകദേശം 2 മീറ്ററോളം വീതിയിൽ 2 സൈഡിലും കോൺക്രീറ്റ് ചെയ്യുന്ന വർക്ക് ഇപ്പോൾ നടക്കുകയാണ്. അണ്ടർപാസിനോട് ചേർന്നുള്ള ഭാഗത്ത് ഇട്ടിരിക്കുന്ന മണ്ണ് വാഹനങ്ങൾ പോകുന്നതനുസരിച്ച് അല്പം താഴ്ന്നു പോകുന്നതിനാൽ വാഹനങ്ങൾ സ്പീഡിന് പോകുമ്പോൾ അതിൽ തട്ടി തെറിക്കുന്നത് പോലെയുള്ളൊരു ഫീലും ഉണ്ടാവാറുണ്ട്. ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം അവിടുത്തെ ടാറിങ് റിമൂവ് ചെയ്ത് കുറച്ച് ദൂരം കൂടി പിറകോട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതായി കണ്ടത്. ഇനി ഇവിടെ നിന്നും നേരെ കടമ്പാട്ടുകോണം ഭാഗത്തേക്ക് പോകാം. ഈ ഭാഗങ്ങളിൽ മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡുകളുടെയൊക്കെ വർക്ക് നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്. മെയിൻ റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇടത് സൈഡിലെ സർവീസ് റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് നേരെ ഇടത് സൈഡിലെ സർവീസ് റോഡിലൂടെ കടമ്പാട്ടുകുണം ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ ഒരു ചെറിയ ഗ്യാപ്പിലൂടെയാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ അടയ്ക്കും. അതായത് പാരിപ്പള്ളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മെയിൻ റോഡിലോട്ട് എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയുള്ള എൻട്രി പോയിൻ്റ് ഇതുവരെയും നിർമ്മിച്ചിട്ടില്ല. കടമ്പാട്ടുകോണം ഭാഗത്തായിരിക്കും പുതുതായിട്ടുള്ള എൻട്രി പോയിൻ്റ് നിർമ്മിക്കുന്നത്. കടമ്പാട്ടുകോണം ഭാഗത്തെ വർക്കുകളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ നിൽക്കുന്നത് കടമ്പാട്ടുകോണം ജംഗ്ഷനിലാണ്. ഇവിടെ വരെയാണ് ശിവാലയയുടെ റീച്ച് അവസാനിക്കുന്നത്. കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗത്തെ വർക്കുകൾ ഇപ്പോൾ RKC എന്ന കമ്പനിയാണ് ചെയ്യുന്നതായി അറിഞ്ഞത്. എന്നാൽ ഇപ്പോഴും RDX കമ്പനി എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് വർക്കുകൾ നടക്കുന്നത്.
സജീവമായ രീതിയിൽ എവിടെയും വർക്ക് നടക്കുന്നതായി കാണുന്നില്ല. ഒരാഴ്ച മുന്നേ കോരാണി മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള വീഡിയോ ചെയ്തിരുന്നു. ഇനി ഇവിടെ നിന്നും തിരിച്ച് പാരിപ്പള്ളി ഡയറക്ഷനിലേക്ക് പോകാം. ഇപ്പോൾ മുക്കടയ്ക്കും പാരിപ്പള്ളിക്കും ഇടയ്ക്കുള്ള ഭാഗത്തെ ആറിവാൾ ബ്ലോക്കുകൾ നല്ല ഹൈറ്റിലായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ അതിനുള്ളിൽ കാഴ്ചകൾ കാണുന്നതിനായി ഉയരമുള്ള ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് മാത്രമേ പറ്റുകയുള്ളൂ. കുറച്ചുകൂടി മുന്നോട്ട് പോയി ഉയർന്ന സ്ഥലത്ത് നിന്ന് ആ കാഴ്ചകൾ കാണാം. ഇവിടെ സർവീസ് റോഡിൻ്റെ ഫസ്റ്റ് ലെയർ ടാറിങ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് പാരിപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന എക്സിറ്റ് പോയിൻ്റ്. തിരുവനന്തപുരം ഡയറക്ഷനിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പാരിപ്പള്ളിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴിയാണ് പോകേണ്ടത്. ഇവിടെ നിന്നും ഇടതോട്ട് തിരിഞ്ഞാണ് വർക്കല ഭാഗത്തേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ കാണുന്നത് മുക്കട അണ്ടർപാസ് ആണ്. ഈ അണ്ടർപാസിൻ്റെ ഒരു സൈഡാണ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുന്നത്. 2 വീലേഴ്സ് മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ. മുക്കട മുതൽ പാരിപ്പള്ളി വരെയുള്ള ഭാഗത്ത് നല്ല ഉയരത്തിൽ ആറിവാൾ ബ്ലോക്കിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഇനി നല്ല മഴക്കാലമാണ് വരുന്നത്. വലിയ ആറിവാൾ ബ്ലോക്കുകളിൽ ജിയോ സ്ട്രിപ്പ് കണക്ട് ചെയ്തതിന് ശേഷം ഉറപ്പിച്ച മണ്ണിൻ്റെ മുകളിൽ കമ്പി അടിച്ച് വലിച്ചു കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുടർച്ചയായ മഴ പെയ്യുകയാണെങ്കിൽ ഈ വെള്ളം ഇറങ്ങി മണ്ണ് ലൂസാവാനും ആറിവാൾ ബ്ലോക്കുകൾക്ക് ചലനം സംഭവിക്കാനും സാധ്യതയുണ്ട്. ഈ ഒരു റോഡിൻ്റെ അടിഭാഗത്താണ് പഴയ നാഷണൽ ഹൈവേ റോഡുള്ളത്. അത് ഏറെക്കുറെ ഭാഗം നിർമ്മാണത്തിന് മുന്നേ തന്നെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ ടാറിങ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയിരുന്നെങ്കിൽ പേടിക്കേണ്ട അവസ്ഥയല്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുക്കടയിൽ നിന്ന് പാരിപ്പള്ളിയിലേക്കുള്ള ആറിവാൾ വർക്കിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇപ്പോൾ മണ്ണ് നിരത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്.
ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ പല സമയങ്ങളിലായി വന്നാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ കാണുന്ന ലാസ്റ്റ് ഭാഗത്തെ കോൺക്രീറ്റ് വർക്കാണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഇവിടെ നിന്നും നേരെ ടോൾ ഗേറ്റിന് അടുത്ത് വരെ പോകാം. പാരിപ്പള്ളിയിലും ചാത്തന്നൂരും കൊട്ടിയത്തുമൊക്കെ ഇപ്പോൾ സദാസമയത്തും ട്രാഫിക് ബ്ലോക്ക് തന്നെയാണ്. ഈ ബ്ലോക്ക് കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ റെക്കോർഡിംഗ് നടക്കുകയില്ല. ഇപ്പോൾ വീഡിയോയിൽ 2 എക്സിറ്റ് പോയിന്റുകൾ കണ്ടു. ഇനി 2 എൻട്രി പോയിന്റുകൾ കൂടിയുണ്ട്. ഒരു എൻട്രി പോയിൻ്റ് വരുന്നത് ടോൾ ഗേറ്റിൽ ഡയറക്റ്റായിട്ടാണ്. രണ്ടാമത്തെ എൻട്രി പോയിൻ്റ് നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴുള്ളതാണ്. അത് കടമ്പാട്ടുകോണം സൈഡിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിന്നും നേരെ ടോൾ ഗേറ്റിൻ്റെ അടുത്ത് വരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. നാഷണൽ ഹൈവേയിലെ മറ്റ് സ്ഥലങ്ങളിലെ അപ്ഡേറ്റുമായി ഉടൻ തന്നെ പുതിയ വീഡിയോയുമായി എത്താം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.